നമ്മളിവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് രോഗവും ചികിത്സയും മരണവും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതിലേക്ക് കൂട്ടിച്ചേർത്ത് ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അത് അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ട സംഗതികളാണ്. അത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ സ്വത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ പറ്റിയൊക്കെ വളരെ കൃത്യമായി പരിശുദ്ധ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. ഏറ്റവും വിശദമായി വിശുദ്ധ ഖുർആനിൽ വല്ല കർമ്മശാസ്ത്രവും വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് അനന്തര സ്വത്തിനെ സംബന്ധിച്ചാണ്. ബാക്കിയുള്ള സംഗതികൾ നിസ്കാരത്തെ പറ്റി വിശദമായി പറഞ്ഞിട്ടില്ല, നോമ്പിനെ പറ്റി പറഞ്ഞിട്ടില്ല, ഹജ്ജിനെ പറ്റി പറഞ്ഞിട്ടില്ല, സക്കാത്തിനെ പറ്റി പറഞ്ഞിട്ടില്ല. അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ വിശദീകരണങ്ങൾ ചെയ്തും അതുപോലെ പറഞ്ഞും ഒക്കെ നമുക്ക് കാണിച്ചു തന്ന് ആ മാതൃക പിൻപറ്റാൻ വേണ്ടി പറയുകയാണ് ചെയ്തത്. എന്നാൽ അനന്തര സ്വത്തിൻ്റെ കാര്യം, അതുപോലെ മറ്റൊന്നുള്ളത് സക്കാത്തിൻ്റെ അവകാശികൾ, ഈ രണ്ട് സംഗതികൾ വിശുദ്ധ ഖുർആൻ ഇനി മറ്റൊന്ന് ആവശ്യമില്ലാത്ത വിധം അതിൻ്റെ മുഴുവൻ ഓഹരിയും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയം. അതിനെപ്പറ്റി സൂറത്തുൽ ഫജ്റിൽ ഇതിനെപ്പറ്റി പറഞ്ഞൊരു ഭാഗമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിയത്. അത് കുറേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് സാമ്പത്തികമായും മറ്റൊക്കെ വരുന്ന ചില അക്രമങ്ങളെ പറ്റിയൊക്കെ പറയുന്ന രൂപത്തിൽ കൂട്ടി പറഞ്ഞൊരു സംഗതിയാണ്. കല്ലാ ബല്ലാ തുക്രീമൂന യതീം, യതീമിനെ നിങ്ങൾ ആദരിക്കുന്നില്ല. അതായത് സത്യനിഷേധികളായ ആളുകൾ, അല്ലെങ്കിൽ ഒരു അള്ളാഹിൻ്റെ അനുഗ്രഹം കിട്ടുമ്പോഴേക്ക് ബേജാറായി നടക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറഞ്ഞതാണ്. കല്ലാ ലാ തുക്രീമൂനൽ ലാ തുക്രീമൂനൽ യതീം. അപ്പോൾ ഈ യതീം എന്ന് പറഞ്ഞത് അത് ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രായപൂർത്തിയാണതിൻ്റെ മുമ്പ് പിതാവ് മരണപ്പെട്ട ആളെയാണ് സാങ്കേതികമായി നമ്മൾ യതീം എന്ന് പറയുന്നത്. നമ്മളുടെ ഔദ്യോഗിക ഭാഷയിൽ അതിന് മൈനർ എന്നാണ് പറയുന്നത്. അപ്പോൾ മൈനർ എന്ന് പറയുന്ന യതീമിനെ സംബന്ധിച്ച്, യതീമിൻ്റെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിനെ സംബന്ധിച്ച് അതിൻ്റെ വിശദമായ സംഗതികളൊക്കെ. അപ്പോൾ യതീമിൻ്റെ സ്വത്ത് എന്ന് പറയുന്നത് അത് അനന്തര സ്വത്തേ ഉണ്ടാവുള്ളൂ. അനന്തര സ്വത്തായിരിക്കും യതീമിൻ്റെ സ്വത്തായിട്ട് വരിക. കാരണം വാപ്പ മരിച്ചപ്പോൾ ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ പ്രായപൂർത്തിയാകാത്ത ഒരാൾക്ക് കിട്ടുന്ന അനന്തര സ്വത്താണ്. അപ്പം അത് വളരെ വളരെ സൂക്ഷ്മതയോട് കൈകാര്യം ചെയ്യണമെന്ന് ആ യതീമുമായി ബന്ധപ്പെട്ട രക്ഷിതാക്കളോടും മറ്റുമൊക്കെ വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള സംഗതികളാണ്. വലാ തഹളൂന അലാ തുആമിൽ മിസ്കീൻ. അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞു, പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകുന്നതിനും നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, വേണ്ടത്ര പ്രോത്സാഹനം നൽകുന്നില്ല. പണത്തോട് അത്യാഗ്രഹമുള്ള ആളുകളുടെ ചില വിശേഷങ്ങളാണ് ഈ പറയുന്നത്. പണത്തോട് എന്തെന്നില്ലാത്ത ആഗ്രഹങ്ങളുള്ള ആളുകളാണ് യതീമിനെ അവർ ആദരിക്കൂല. തുആമുൽ മിസ്കീൻ, പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണങ്ങൾ അവർക്ക് നൽകാൻ കഴിയില്ല. വതഅകുലൂന തുറാസ അഖിലൽ ലമ്മ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അനന്തര സ്വത്തുക്കൾ ഒന്നാകെ നിങ്ങൾ തിന്നുകയാണ്. നമ്മളെ നാടൻ ഭാഷയിൽ നമ്മളൊക്കെ പറയുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിലേക്ക് ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒന്നാകെ മുണുങ്ങാണ്. അതാണ് അതിൻ്റെ അഖിലൽ ലമ്മ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം, ഒന്നാകെ അടിച്ചു മാറ്റാൻ. അങ്ങനത്തെ ചെയ്യുന്ന ആളുകൾ അനന്തര സ്വത്ത് എന്ന് പറയുന്നതിനെ സൂക്ഷ്മതയില്ലാതെ അവനവൻ്റെതാക്കി മാറ്റാൻ ഏത് രീതിയിലും അത് ഒന്നാകെ തിന്നാൻ ശ്രമിക്കുന്ന ആളുകൾ അഖിലൽ ലമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കാരണം എന്താണോ, തുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ. പണത്തോട് നിങ്ങൾക്കൊരു അത്യാർത്ഥിയാണ്. എന്തെങ്കിലും ഏത് രൂപത്തിലും ഹറാമ് ഹലാലൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പണം കിട്ടണം, പണം ഉണ്ടാക്കണം എന്നുള്ള അത്യാഗ്രഹമാണ് നിങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വിശുദ്ധ ഖുർആൻ ആ കാര്യങ്ങൾ ഉണർത്തുന്നുണ്ട്. അപ്പോൾ അനന്തര സ്വത്ത് ഒന്നാകെ അർഹതയില്ലാതെ ഭക്ഷിക്കുന്നതിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് നമ്മളിവിടെ ഉണർത്തുന്നത്. അപ്പം അത് നമ്മൾ വളരെ ബോധപൂർവം നമ്മൾ അതിനെപ്പറ്റി വളരെ ശ്രദ്ധ വേണം. ഈ അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഇപ്പം നമ്മൾ പറയുന്നത്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ജീവിച്ചിരിക്കണം നമ്മളുടെ മേലുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ്, അതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് പ്രധാനമായി
ഒന്നാമത്തെ അയാളുടെ സ്വത്തിലുള്ള ബാധ്യതകൾ. ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ സ്വത്തിൽ നമുക്ക് ചെയ്യാവുന്ന ബാധ്യതകൾ എന്താണ്, എന്തൊക്കെയാണ് അയാളുടെ സ്വത്ത് ചെയ്യേണ്ടത്? അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അയാൾ മരിച്ചുപോയി. ആ സ്വത്തൊക്കെ അയാളുടേത് തൊട്ടല്ലതാണ്, അതൊക്കെ അനന്തരാവകാശികളുടേതായി മാറി. പക്ഷേ അതിലൊന്നാമത്തെ ബാധ്യത നമ്മളുടെ മയ്യത്ത് സംസ്കരണം. ഒരാൾക്ക് സ്വത്തുണ്ടെങ്കിൽ, ഒരാൾ മരിച്ചു പോയാൽ മയ്യത്ത് സംസ്കരിക്കും. മാന്യമായി അയാളുടെ മയ്യത്തിനെ മറമാടാൻ ആവശ്യമായ എല്ലാ ചെലവുകളും അയാളുടെ സ്വത്തിൽ നിന്ന് എടുക്കാം. അത് മറ്റാർക്കെങ്കിലും, മക്കൾക്കോ വേറെ ആർക്കെങ്കിലും അത് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞാൽ അത് എടുക്കണേന് വിരോധമൊന്നുമില്ല. പക്ഷെ അയാളുടെ സ്വത്ത് ആദ്യമായി നമ്മൾ അയാളുടെ സ്വത്ത് കടപ്പെട്ടിരിക്കുന്നത് അയാളുടെ മയ്യത്ത് ശരിയായ രീതിയിൽ മറമാടുന്നതിനാണ്. അപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ആ മയ്യത്തായത് മരണപ്പെട്ടതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ആ ആംബുലൻസ് വിളിച്ചോ മറ്റോ ഒക്കെ കൊണ്ടുവരുന്നതും കബറ് കളക്കുന്നതും കഫൻ ചെയ്യുന്നതും അതിനു വേണ്ട എല്ലാ ചെലവുകളും ഈ മരണപ്പെട്ടു പോയ മനുഷ്യന്റെ സമ്പത്തിൽ നിന്ന്, അയാളിൽ നിന്ന് ആ സമ്പത്തിൽ നിന്ന് അയാൾ അത് എടുക്കാം. അതാണ് എടുക്കേണ്ടത്. അവിടുന്ന് ചെയ്യണം. മറ്റൊരാൾക്കത് സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്നതിന് ഒരു വിരോധമുള്ള സംഗതിയൊന്നല്ല. പക്ഷെ അതിന്റെ ബാധ്യത കിടക്കുന്നത് ഇയാളുടെ സമ്പത്തിൽ ഒന്നാമത്തെ ബാധ്യത. രണ്ടാമത്തെ സംഗതി അയാളുടെ കടബാധ്യതകൾ വീട്ടുക എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മരിച്ചുപോയ വ്യക്തിയുടെ കടം വീട്ടുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതിന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു ചെറിയ ഒരു ധാരണയും ആ ബോധം ഒരാൾക്ക് വേണം. അതുകൊണ്ടാണ് നിങ്ങൾ കടം എഴുതി വെക്കണം എന്നൊക്കെ പറഞ്ഞ് കടവുമായി ബന്ധപ്പെട്ട ഒരുപാട് നിയമങ്ങൾ നമുക്കറിയാം. ഞാനതിലേക്ക് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ മയ്യത്തുമായിട്ട് ബന്ധപ്പെട്ട് കട വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമുക്കറിയാം, ഒരാൾ മയ്യത്ത് നമസ്കരിക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ പറയും അദ്ദേഹത്തിൻ്റെ കടബാധ്യതകളൊക്കെ ഇന്നയാൾ ഏറ്റെടുത്തിരിക്കുന്നു. അത് ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചെന്നൊരു മാതൃകയാണ്. അങ്ങനെ പറയണം, കടബാധ്യതകൾ ഏറ്റെടുക്കണം. അത് ബന്ധപ്പെടുക എന്നൊന്നും പറഞ്ഞാൽ പോരാന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. നമ്മളൊക്കെ സാധാരണ പറയാറുള്ളത് മയ്യത്തുമായി ബന്ധപ്പെട്ട കടബാധ്യതകൾ ഉണ്ടെങ്കിൽ ഇന്നവരുമായി നിങ്ങൾ ബന്ധപ്പെടേണ്ടതാണെന്നാണ്. അങ്ങനെയല്ല, അത് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ മക്കളാരെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും സഹോദരന്മാർ അത് മയ്യത്തിന്റെ കടബാധ്യതകൾ ഏറ്റെടുത്തെന്ന് പറഞ്ഞാൽ ആ കടം ബാധ്യത ഇന്ന ആൾ ഏറ്റെടുത്തിരിക്കുന്നു, അദ്ദേഹവുമായി നിങ്ങൾ ബന്ധപ്പെടുക. അങ്ങനെയാണ് അതിന്റെ ശരിയായ പദപ്രയോഗം നമ്മൾ പ്രയോഗിക്കേണ്ടത്. അങ്ങനെയാണ്. ആ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാളുടെ സ്വത്തിൽ നിന്ന് അത് കൊടുക്കാൻ അയാൾ ബാധ്യതപ്പെട്ടിരിക്കുന്നു എന്നല്ല. അതിന്റെ ഒന്നാമത്തെ അർത്ഥം ഈ മരിച്ച മനുഷ്യന്റെ സമ്പത്തിൽ നിന്ന് ഈ കടബാധ്യതകൾ വീട്ടുന്നതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അനന്തരാവകാശികൾ മനസ്സിലാക്കേണ്ട സംഗതി ഏറ്റെടുത്തിരിക്കുന്നത് മൂപ്പരെ ഏറ്റെടുത്തിരിക്കണമല്ല, അപ്പൊ മൂപ്പരാണ് വീട്ടിക്കോട്ടെ എന്ന ഒരു ധാരണയല്ല. ഏറ്റെടുത്തിരിക്കുന്നത് ഈ പറയുന്ന ഇയാളുടെ സ്വത്തിൽ നിന്നാണ്. മരിച്ച ആൾക്ക് സ്വത്തില്ലെങ്കിൽ അയാൾക്ക് സ്വത്തൊന്നും ഇല്ല എന്നുള്ളതാണെങ്കിൽ ഏറ്റെടുത്ത ആളുടെ ഉത്തരവാദിത്തമാണ്. അത് എങ്ങനെയാണ് ആ കടബാധ്യതകൾ വീട്ടേണ്ടത്, അത് ചിലപ്പം അനന്തരാവകാശികളുമായിട്ട് കൂടിയാലോചിക്കേണ്ടി വരും. ചില സന്ദർഭത്തിൽ അനന്തരാവകാശികളോട് മാത്രം കൂടിയാലോചിച്ചാൽ മതിയാവില്ല. കാരണം ഒന്നുമില്ലാതെ, കയ്യിൽ യാതൊന്നുമില്ലാതെ വെറും കൈയോടെ യാത്ര പോകുന്ന ആളുകളുണ്ടാവും. അവരെ സ്വത്തിനെടുക്കാൻ അത് വീട്ടാനുള്ള കഴിവ് ഇദ്ദേഹത്തിനും ഉണ്ടാവില്ല, ഏറ്റെടുത്ത ആൾക്കും ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ നാട്ടിലെ മഹല്ലുമായും അതുപോലെ നല്ല ആളുകളുമായൊക്കെ ബന്ധപ്പെട്ട് ഏതായാലും ആ കടത്തിന്റെ കാര്യം അയാൾ കൈകാര്യം ചെയ്തത് ഏറ്റെടുക്കേണ്ടത്. അല്ലാതെ കടബാധ്യത ഏറ്റെടുത്തിരിക്കണമെന്നുള്ളത് അതൊരു സാധാരണ ഒരു ആചാരമായി പറഞ്ഞു പോകുന്ന ഒരു സംഗതിയാൻ പറ്റില്ല. വലിയ ഒരു ഉത്തരവാദിത്തമാണ് ആ ചെയ്യുന്നത്. അപ്പൊ അതിനുള്ളൊരു ധാരണ ഇയാൾക്ക് വല്ല സ്വത്തുണ്ടോ അല്ലേ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം. ചില ആളുകൾക്കുണ്ടാവും കോടിക്കണക്കിന് കടം ഉണ്ടാവും, അതൊന്നും ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ആർക്കും ഏറ്റെടുക്കാണ്ട് കഴിയില്ല. അങ്ങനത്തെ കടബാധ്യതകൾ ഉള്ളതുണ്ടാവും. അപ്പൊ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യും എന്ന് പറയാം. പക്ഷെ ഈ കടം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞത് കടത്തിന്റെ ഉത്തരവാദിത്തം ശരിക്കും ആർക്കാണ്? കടത്തിന്റെ ഉത്തരവാദിത്തം കടമാക്കിയ ആൾക്കാണ്. ജീവിച്ചിരിക്കുമ്പോൾ കടമാക്കിയ ആൾക്കാണ് കടത്തിന്റെ ഉത്തരവാദിത്തം. ആ കടത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് അത് ഒരിക്കലും നമ്മളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അത് നീങ്ങൂല.
അതാണ് വീട്ടുമ്പോഴല്ലാതെ. അല്ലെങ്കിൽ കടം കൊടുത്ത ആളത് വിട്ടുതരണം, അപ്പോഴല്ലാതെ അത് വീടൂല. അല്ലാതെ നമ്മൾ കൊടുക്കാതെ ഇങ്ങനെ നിന്നിട്ട് മറന്നു വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിച്ചാൽ അതുകൊണ്ടൊന്നും അത് വീടൂല. കാരണം എന്താണെന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ വളരെ വ്യക്തമായി നമ്മളെ ഉണർത്തുന്ന ഒരു കാര്യമുണ്ട്. അതെന്താന്ന് വെച്ചാൽ നഫ്സുൽ മുഅ്മിൻ മുഅല്ലഖത്തുൻ ബിദൈനിഹി ഹത്താ യുഖ്ളാ അൻഹു. ഒരു വിശ്വാസിയുടെ നഫ്സ്, ആത്മാവ്, അത് അയാളുടെ കടത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, അത് വീട്ടുന്നത് വരെ. അപ്പം നമ്മളൊരാളെ അങ്ങോട്ട് മരണപ്പെട്ട് യാത്ര അയച്ചാൽ അയാളെ കടം അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അയാൾ അവിടെ പെൻഡിങ്ങിലാണ് നമ്മളത്. അയാളുടെ പെൻഡിങ്ങിലാണ് അയാളുടെ കാര്യം. അതാണ് വീട്ടുമ്പോഴേ അയാൾക്ക് മോചനം, അയാൾക്ക് ശാന്തി ലഭിക്കുകയുള്ളൂ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയുകയുണ്ടായി, ഒരു മനുഷ്യൻ എന്താണ് യഗ്ഫിറുല്ലാഹു ലിശ്ശഹീദി കുല്ല ദംബിഹി ഇല്ലത്തി, ഷഹീദിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും. അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരണപ്പെട്ടേണ്ടി വന്ന ഒരാളാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ എന്തൊക്കെ പാപങ്ങൾ വന്നു പോയിട്ടുണ്ടോ അതൊക്കെ അള്ളാഹു അയാൾക്ക് പുറത്ത് മാപ്പാക്കി കൊടുക്കും. പക്ഷെ ഇല്ലതേ കടം അതിൽ പെടൂല കേട്ടോ, കടം അതിൽ പെടില്ല. കടം എന്ന് പറഞ്ഞത് അത് വ്യക്തികളും ഇയാളുമായി ബന്ധപ്പെട്ട, അത് ആ വ്യക്തികളിലൂടെ തന്നെ അത് തീർക്കേണ്ടതുണ്ട്. അപ്പൊ കടം അത് വീടുന്ന് നമ്മൾ ധരിക്കാൻ പാടില്ല, അത് വീടണം. ശരിക്കും വീട്ടിയെങ്കിൽ തന്നെ വീടുള്ളൂ, അല്ലെങ്കിൽ അയാൾ അത് വിട്ടുതരണം. അപ്പോഴേ അത് കടത്തിൽ നിന്നൊരാൾ മോചിതനാവുള്ളൂ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്ത് സ്കരിക്കുമ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്ത് സ്കരിക്കുമ്പോൾ ചോദിക്കുമായിരുന്നു, ഇയാൾക്ക് വല്ല കടമുണ്ടോ? അപ്പോൾ കൂടെയുള്ള ആളുകൾ അയാൾക്ക് ഇന്ന കട ഉണ്ട് എന്ന് പറയും. അങ്ങനെയാണ് ചെയ്യുക. അവസാന കാലത്ത് റസൂലുള്ളാഹി ചോദിക്കൂല. റസൂലുള്ളാഹി ഇയാളുടെ കടമൊക്കെ സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു. ഇയാൾക്ക് എത്ര കടമുണ്ടെങ്കിലും അത് സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു. ഇയാളുടെ സ്വത്ത് അനന്തരാവകാശികൾക്ക് വിട്ടുതരുന്നു. കടമൊക്കെ സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് അവസാന കാലത്ത് റസൂലുള്ളാഹി പറഞ്ഞിരുന്നത്. അങ്ങനെ പറയാവുന്ന ഒരു സാഹചര്യമൊന്നും നമുക്കില്ല. നമുക്കിപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ കടബാധ്യത അയാളുടെ സ്വത്തിൽ നിന്ന് കൊടുക്കുന്ന ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ആ കുടുംബം, അയാളുടെ അനന്തരാവകാശികൾക്ക് ആ ബാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ തന്നെ ആ സംഗതികൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു മനുഷ്യൻ മയ്യിത്ത് സ്കരിക്കാൻ വന്നപ്പോൾ റസൂലുള്ളാഹി കടബാധ്യതകളുണ്ടോ എന്ന് വെച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു, അബൂ ഖത്താദ എന്ന് പറഞ്ഞ സഹാബി പറഞ്ഞു, ഉണ്ട് നബി, ആകെ 2 ദീനാർ കടണ്ട്. 2 ദീനാർ ഇന്നത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു പവൻ എന്ന് പറയാം. അതാണ് 2 ദീനാർ. 2 ദീനാർ കടമുണ്ട് എന്നാണ്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, എന്നാ നിങ്ങൾ ആരെങ്കിലും ഇമാമ് നിന്നോളി, ഞാൻ നിൽക്കുന്നില്ല. അപ്പൊ അബൂ ഖത്താദ പറഞ്ഞു, വേണ്ട നബിയെ, നിങ്ങൾ തന്നെ ഇമാമ് നിൽക്കണം, ആ കട ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹി നിസ്കരിച്ചു. അപ്പൊ അതിന് നമുക്ക് മനസ്സിലാക്കണ കാര്യം, കടം ആരെങ്കിലും ഏറ്റെടുക്കണം. അത് അനന്തരാവകാശികളായിക്കൊള്ളുന്നില്ല, ആർക്കും ഏറ്റെടുക്കാം. സുഹൃത്തുക്കൾക്ക് ഏറ്റെടുക്കാം, നാട്ടുകാർക്ക് ഏറ്റെടുക്കാം, ബന്ധുക്കൾക്ക് ഏറ്റെടുക്കാം, അനന്തരാവകാശികൾക്ക് ഏറ്റെടുക്കാം, ആർക്കും ആ കടബാധ്യതകൾ ഏറ്റെടുക്കാം. ആരും ഏറ്റെടുക്കാനൊന്നും ഇല്ലാത്ത അനന്തരാവകാശികൾക്കും സാധിക്കൂല. അങ്ങനത്തെ സന്ദർഭത്തിൽ നമ്മളെ പല സംഘടനകളൊക്കെ ഉണ്ടല്ലോ, ഓർക്ക് സ്വന്തം ഏറ്റെടുക്കാവുന്നതാണ്. അയാളുടെ കടബാധ്യതകൾ വീട്ടാനുള്ള ഉത്തരവാദിത്തം ഇതാ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അതവിടെ പറയണം. അത് മയ്യത്ത് കുളി നിസ്കരിക്കുന്നതിന് മുമ്പ് ആ സംഗതി അവിടെ അറിയിക്കണം, ആളുകൾ അറിയിക്കണം. അങ്ങനെ ഈ ഏറ്റെടുത്ത മനുഷ്യനോട് പിറ്റേന്ന് റസൂലുള്ളാഹി ചോദിച്ചു, ആ കടം വീട്ടി വെച്ചു. അപ്പൊ അയാൾ നബി ഇന്നലെയല്ലേ സംഭവം, ഞാൻ എപ്പോൾ വീട്ടാം. അങ്ങനെ 3ാമത്തെ പ്രാവശ്യം നബി ചോദിക്കുന്നതിന് മുമ്പ് അയാൾ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, നബി അയാളുടെ ആ കടം ഞാൻ വീട്ടിട്ടിട്ട് തോന്നുന്നു, കടം വീട്ടിയിരുന്നു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞൊരു മറുപടി അതെന്താ അറിയാം, അൽ ആന ബറുദത് നഫ്സു, ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി ലഭിച്ചത് എന്നാണ് റസൂലുള്ളാഹി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഈ കടം അത് ഏറ്റെടുത്തിരിക്കുന്നു ആണ് എന്തെങ്കിലും വീട്ടാന്ന് വിചാരിച്ചിട്ടല്ല, എത്രയും പെട്ടെന്ന് ആ കടബാധ്യതകൾ വീട്ടണം. അവനാന്റെ ഉമ്മാൻ്റെതോ വാപ്പാൻ്റെതോ സഹോദരന്റെ ഒക്കെ ആണെങ്കിൽ ഉടൻ അത് വീട്ടണം. അപ്പോഴേ അവരുടെ ആത്മാവിന് ശാന്തി കിട്ടുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, എന്താണ്, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ ബിദൈനിഹി ഹത്താ യുഖ്ളാ, കടം വീട്ടുന്നവരെ അവന്റെ നഫ്സ് ആ കടത്തിൽ ഇങ്ങനെ കുടുങ്ങി നിൽക്കും എന്നുള്ളതാണ്. പിന്നെ ഈ സംഭവത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ,
കടം എന്ന് പറയുന്നത് അത് സ്വകാര്യമാക്കി വെക്കേണ്ടതല്ല, ആരെങ്കിലും അറിയണം. അതുകൊണ്ടാണല്ലോ റസൂൽ ഇയാൾക്ക് വല്ല കടമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരാൾക്ക് ഉത്തരം പറയാൻ പറ്റുന്നത്. നേരെ മറിച്ച് ഇത് ആരോടും പറയാതെ സ്വകാര്യമായിട്ട് വെക്കുന്ന സംഗതിയാണെങ്കിൽ ഇയാൾക്ക് വല്ല കടമുണ്ടോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും ഉത്തരം പറയാൻ പറ്റും? ഇവിടെ ഇപ്പോൾ ഒരു സഹാബി പറഞ്ഞല്ലോ, ഉണ്ട് നബി, അയാൾക്ക് 2 ദീനാറ് കടമുണ്ട് എന്ന് ഒരു സഹാബി പറഞ്ഞല്ലോ. അത് അയാൾക്ക് പറയാൻ സാധിച്ചത് ഇയാളുടെ കടത്തെ പറ്റി അയാൾക്ക് അറിയുമായിരുന്നു. അതുകൊണ്ട് നമുക്കൊക്കെ കടമുണ്ടെങ്കിൽ ഒന്നുകിൽ ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് എഴുതി വെക്കണം. എഴുതി വെച്ചിട്ട് ഡയറിയിലോ മറ്റോ എഴുതി വെച്ചിട്ട് അവനാൻ്റെ മക്കളോടോ ഭാര്യനോടോ സുഹൃത്തുക്കളോടോ പറയാം, ഇതിൻ്റെ കടങ്ങളൊക്കെ തൊട്ട് ഇതിലുണ്ട്, ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളെപ്പോഴാണ് മരിക്കുക എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. മരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കടബാധ്യതകൾ, കടങ്ങൾ അറിയാൻ ഇതെടുത്താൽ മതി എന്നാണ്. അല്ലെങ്കിൽ തൻ്റെ ഏതെങ്കിലും സുഹൃത്തുക്കളോട്, അല്ലെങ്കിൽ തൻ്റെ ഭാര്യനോട്, അല്ലെങ്കിൽ മക്കളോട് പറയാം, എനിക്ക് ഇത്രയും കടം ഉണ്ട് കേട്ടോ എന്ന് പറയാം. എന്നാലേ അത് വീട്ടാൻ കഴിയുള്ളൂ. അല്ലാതെ സ്വകാര്യമായി അത് വെച്ചാൽ അത് വീട്ടാൻ കഴിയില്ല. അപ്പം അതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ചില പ്രത്യേകതകൾ. ചില ആളുകളുണ്ടാവും സകല എല്ലാ കാര്യം സ്വകാര്യമാക്കി ഇങ്ങനെ വെക്കുക, അതാ വലിയ കാര്യം എന്ന് വിചാരിക്കുന്നു. എല്ലാ സംഗതിയും സ്വകാര്യമാക്കാൻ പറ്റില്ല. ചില സംഗതി അവനവൻ്റെ പെണ്ണുങ്ങളോടും മക്കളോടും അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളോടും അല്ലെങ്കിൽ വേണ്ടപ്പെട്ട മറ്റേതെങ്കിലും ആളുകളോടൊക്കെ പറയണം. അതൊക്കെ പറഞ്ഞു കൊടുക്കണം. അവനവൻ്റെ എല്ലാ സംഗതിയും എല്ലാവരോടും പറയണം എന്നല്ല, ആരോടെങ്കിലുമൊക്കെ തൻ്റെ സംഗതികളൊക്കെ പറയണം. അപ്പോൾ സാമ്പത്തികമായി കടബാധ്യതകൾ എത്ര ഉണ്ട്, ആർക്കൊക്കെ ഉണ്ട് എന്നുള്ളത് അവനാനല്ലാത്ത വേറൊരാളും കൂടി അറിയണം. അപ്പോഴേ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മരണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് അറിയില്ല. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ രാത്രി കിടന്നുറങ്ങിയിട്ട് നേരം വെളുക്കുമ്പോഴേക്ക് ഈ ആള് ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടാകും. ലോകത്തിൻ്റെ രീതി എങ്ങനെയാണ്, മരണത്തിൻ്റെ രീതി അങ്ങനെയാണ് പടച്ചോൻ ആ സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ആ രീതി നമ്മൾ സ്വീകരിക്കേണ്ടത്. പിന്നെ വേറെ ചില ആളുകളുണ്ട്, കടം ഇങ്ങനെ എത്രയും കടാക്കും, അതൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ വീട്ടിയോളൂ, അല്ലെങ്കിൽ മക്കൾ വീട്ടിയോളൂ വിചാരിച്ചു. അത് വെറുതെയാണ് ആ തോന്നൽ. ഇങ്ങനെ വീട്ടണമെന്ന് മക്കൾക്ക് തോന്നണമെങ്കിലും അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് തോന്നണമെങ്കിലും അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും അയാളുടെ മക്കൾ അയാളുടെ കടം വീട്ടണം എന്ന് തോന്നണമെങ്കിൽ ഈ കടം വാങ്ങുന്ന ആളുടെ ഒരു ക്വാളിറ്റി ഉണ്ട്. എന്താ അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ വളരെ വ്യക്തമായി പറഞ്ഞിട്ട് ഉള്ളൊരു സംഗതിയാണത്. മൻ അഖദ അംവാലൻ നാസി യുരീദു അദാഅഹ അദ്ദല്ലാഹു അൻഹു. ഒരാൾ കടം വാങ്ങുന്നത് കൊടുക്കണമെന്ന്, തിരിച്ചു കൊടുക്കണം എന്നുള്ള നീയത്തോടു കൂടിയാണ് അയാൾ കടം വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അദ്ദല്ലാഹു അൻഹു, അത് പടച്ചോൻ വീട്ടും. പടച്ചോൻ വീട്ടുക പറഞ്ഞാൽ പടച്ചോൻ വന്ന് കയ്യിൽ കാശെടുത്ത് കൊടുക്കുന്നുള്ളതല്ലോ. പടച്ചോൻ വീട്ടുക എന്ന് പറഞ്ഞാൽ മനുഷ്യരായ അവനാൻ്റെ മക്കൾക്കാണെങ്കിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കാണെങ്കിലോ മനസ്സിൽ തോന്നിപ്പിക്കും, ആ കടം വീട്ടണം, എൻ്റെ പാപ്പാൻ്റെ കടം എനിക്ക് വീട്ടണം, അല്ലെങ്കിൽ ഇമ്മാൻ്റെ കടം വീട്ടണം, കാക്കാൻ്റെ കടം വീട്ടണം, മകൻ്റെ കടം വീട്ടണം, ഭാര്യൻ്റെ കടം ഭർത്താവിൻ്റെ കടം വീട്ടണം എന്ന് മനസ്സിൽ പടച്ചോൻ തോന്നിപ്പിക്കും. അപ്പം അവർ എങ്ങനെയെങ്കിലും അത് വീട്ടും. നേരെ മറിച്ച് വമൻ അഖദഹ യുരീദു ഇത്തിലാഫ, വാങ്ങുമ്പോൾ തന്നെ സൗകര്യപ്പെട്ടാൽ കൊടുക്കാം. അത് ഒരു ഉറപ്പില്ലാത്ത രീതിയിലാണ് വാങ്ങിയതെങ്കിലോ, വാങ്ങുമ്പോൾ തന്നെ നശിപ്പിക്കണം എന്നുള്ള രൂപത്തിൽ അല്ലെങ്കിൽ ആ ഒരു മനോഭാവത്തിൽ ആ കടം വാങ്ങിയെന്നുണ്ടെങ്കിലോ അത്തിലഹുല്ല അള്ളാഹു അതുപോലെ തന്നെ ചെയ്യും. പിന്നെ അത് വീട്ടാനുള്ളൊരു അവസ്ഥ അവനുണ്ടാവില്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധയിൽപ്പെടുത്തുന്ന സംഗതിയുണ്ട്. പല ആളുകളും ഈ കാർഷിക ലോൺ എടുക്കുമ്പോൾ ഈ നീയത്തോടു കൂടിയാണ് വാങ്ങുക. കാർഷിക ലോൺ എടുക്കുമ്പോൾ തന്നെ മനസ്സിലുണ്ടാകുന്ന നീയത്ത് എന്തായിരിക്കും എന്നറിയാം, അത് എഴുതി തള്ളിക്കൊള്ളുന്നു. അതല്ലാതെ ഇതെങ്ങനെയെങ്കിലും എൻ്റെ ഈ എൻ്റെ കാർഷിക വിഭവങ്ങൾ വിറ്റിട്ട് എങ്ങനെയെങ്കിലും ഈ ബാങ്കിനാണെങ്കിലും ആർക്കാണെങ്കിലും അത് വീട്ടണം എന്നുള്ള നെയ്യത്തിലല്ല വാങ്ങുക, മറിച്ച് അത് എഴുതി തള്ളിക്കൊള്ളുന്ന നെയ്യത്ത് വാങ്ങും. അതുകൊണ്ട് കാലാകാലം അയാൾക്കത് വീട്ടാൻ കഴിയില്ല. അത് വീട്ടാൻ പറ്റിയ കോലത്തിൽ അയാൾക്കൊരു വിഭവം ഉണ്ടാവില്ല. അഥവാ ഉണ്ടായാൽ തന്നെ അതിന്ന് ഇത് വീട്ടാനുള്ള പൈസക്കുള്ളൊരു തൗഫീക്ക് മാത്രം അയാൾക്ക് ഉണ്ടാവില്ല. അവസാനം ആത്മഹത്യ, കർഷകന്റെ ആത്മഹത്യ, മറ്റേ രീതിയിൽ ആ ജാതി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ കടം നമ്മൾ വാങ്ങുമ്പോൾ, ഒരാളോട് വാങ്ങുമ്പോൾ മനസ്സിൽ അത് കൊടുക്കണം എന്നുള്ള നെയ്യത്തോടു കൂടി നിങ്ങൾ വാങ്ങിയാൽ ഉറപ്പം അത് വീട്ടാൻ കഴിയും. അഥവാ നമ്മുടെ ജീവിതകാലത്ത് ഇത് വീട്ടാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ കാലശേഷം നമ്മുടെ മക്കളോ ബാക്കിയുള്ള ആളുകളോ അത് വീട്ടിക്കൊള്ളും. അതാണ് അദ്ദല്ലാഹു അൻഹു എന്ന് പറഞ്ഞ അർത്ഥം. അള്ളാഹു അത് വീട്ടിക്കൊടുക്കും എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം.
അപ്പം അതൊക്കെ നമ്മൾ നിത്യജീവിതത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ട ചില സംഗതികളാണ്. അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പല കടം എന്ന് പറയുന്നത് ഒരു വലിയൊരു സബ്ജക്റ്റാണ്. അതിൻ്റെ ഒരേ വശങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അത്ര പ്രധാനപ്പെട്ട സംഗതി. ഞാനിപ്പോൾ ഈ മരണവുമായി ബന്ധപ്പെട്ട സംഗതികൾ ഇപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തി എന്നേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇതെന്തായാലും അത് വീട്ടണം, ബാക്കിയുള്ളവരെ അറിയിക്കണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ ബാധ്യത. മയ്യത്തിൻ്റെ രണ്ടാമത്തെ ബാധ്യതയാണ് ഈ മയ്യത്തിനുള്ള കടബാധ്യതകൾ വല്ലതുണ്ടെങ്കിൽ അത് ഈ മയ്യത്തിൻ്റെ സ്വത്തിൽ നിന്ന് അയാൾ വീട്ടിയിട്ട് ഇത് ഓരി വെക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അതിന് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു ഈ കടബാധ്യതൻ്റെ കൂട്ടത്തിൽ പെട്ടതാണ് അള്ളാഹുവിനോടുള്ള കടം എന്ന് വെച്ചാൽ സക്കാത്ത് പോലത്തെ സംഗതികൾ, സക്കാത്ത് പോലത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കഫാറത്ത് പോലത്തെ വല്ല സംഗതികളും പാവങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി നെയ്യത്ത് വെച്ചിരുന്നോ അങ്ങനെ സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആ കടത്തിൽ പെടുന്നത് തന്നെയാണ്, അള്ളാഹുവിന്റെ കടം. പക്ഷെ അതിനേക്കാൾ പ്രധാനം പടച്ചോന് ആ ഭാഗത്ത് വീട്ടുന്നതിനേക്കാൾ പ്രധാനം മനുഷ്യന്മാർക്കുള്ള കടം വീട്ടതാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ ആ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, ഇമാം അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ മനുഷ്യനുള്ള കടം വീട്ടിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കടം വീട്ടേണ്ടതുള്ളൂ എന്നാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട. മൂന്നാമത്തെ സംഗതി, അയാൾ വല്ല വസിയത്തും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന, സൂക്ഷ്മതയോടുകൂടി ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ പാലിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തുന്നതാണ്. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد. മൂന്നാമത്തെ മരിച്ച വ്യക്തിൻ്റെ സ്വത്ത് എന്നുള്ള നമ്മുടെ ബാധ്യത, അയാൾ വല്ല വസീയത്തും അനന്തരാവകാശികളല്ലാത്തവർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ സ്വത്തിൽ നിന്ന് വീട്ടണം. അനന്തരാവകാശികൾക്ക് വസീയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീട്ടേണ്ടതോ അത് പരിഗണിക്കേണ്ടതോ യാതൊരു ഉത്തരവാദിത്വം ഇല്ല. അതായത് അവനവൻ്റെ മക്കൾക്ക് ഒരാൾ പറയാണ്, ഈ വീട് എൻ്റെ ചെറിയ മോന് കൊടുക്കണം കേട്ടോ എന്ന് വസീയത്ത് എഴുതി വെച്ചിട്ടുണ്ട് വിചാരിക്കാം. അല്ലെങ്കിൽ ഇന്ന പറമ്പ് ഇന്ന മകന് കൊടുക്കണം എന്ന് വസീയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വസീയത്ത് നടപ്പാക്കേണ്ട ഒരു ബാധ്യതയില്ല. അത് ഈ അനന്തര സ്വത്തിൻ്റെ അനന്തരാവകാശികൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വസീയത്ത് നടപ്പാക്കാം. അതൊന്നും ആകെ മനസ്സിലാക്കേണ്ട സംഗതി, അനന്തരാവകാശികൾക്ക് മരിച്ചുപോയ വ്യക്തി വല്ലതും വസീയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വിഷയം ഒന്ന് മാത്രമേ ഉള്ളൂ, അയാളുടെ ഒരു ആഗ്രഹം അതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ വാപ്പ പറഞ്ഞു എന്ന് വിചാരിക്കുക, ഈ സ്വത്തിലെ ഈ വീട് നിങ്ങൾ ഇന്ന ആൾക്ക് കൊടുക്കണം എന്നാണ് വസീയത്ത് എഴുതി വെച്ചിങ്ങനെ വിചാരിച്ചിട്ട് നമ്മളത് കൊടുത്തോളണമെന്നില്ല. പക്ഷെ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ബാപ്പാൻ്റെ ആഗ്രഹം ഈ വീട് ആ മകന് കൊടുക്കണം എന്നുള്ളതായിരുന്നു. അത് പരിഗണിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എപ്പോഴും വാപ്പാനോടുള്ള സ്നേഹവും വാപ്പാൻ്റെ ഒരു ആഗ്രഹവും നടപ്പാക്കാനൊക്കെ ഉള്ള അടിസ്ഥാനത്തിൽ അത് കഴിയുമെങ്കിൽ നമുക്കത് ചെയ്യാം. അത് പറ്റില്ല, അത് കഴിയില്ല എന്നുള്ളതാണെങ്കിലോ നമ്മൾക്കത് പരിഗണിക്കേണ്ട ആവശ്യമില്ല. അപ്പം അനന്തരാവകാശികൾക്ക് ലാ വസിയ്യത്ത ലിവാരിസിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറഞ്ഞാൽ, അനന്തരാവകാശികൾക്ക് നമ്മൾക്ക് വസിയ്യത്ത് ചെയ്താൽ അത് സാധുവല്ല, അത് നടപ്പാക്കേണ്ട ഉത്തരവാദിത്തമല്ല. വസിയത്ത് പറഞ്ഞാൽ വലിയ ഗൗരവമുള്ളൊരു വിഷയമാണ്. വസിയത്ത് ചെയ്തൊരു സംഗതി, അതായത് മരിക്കുന്നതിൻ്റെ മുമ്പ് എൻ്റെ സ്വത്തിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇന്നത് ചെയ്യണം എന്ന് ജീവിതകാലത്ത് ഒരാൾ പറയുന്നതിനാണ് വസിയത്ത് എന്ന് പറയാം. ജീവിതകാലത്ത് അത് പറയണം. അതിൻ്റെ ഒരു നിബന്ധന അതാണ്, ജീവിതകാലത്ത് പറയുകയോ എഴുതി വെക്കുകയോ ചെയ്യണം. അത് നടപ്പാകുന്നത് മരിച്ചതിന് ശേഷമേ ആവുള്ളൂ. അപ്പം എൻ്റെ കാലശേഷം ഇന്നത് ചെയ്യണം എന്നൊരാൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അനന്തരാവകാശികളല്ലാത്ത ഒരാൾക്ക് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, പലപ്പോഴും നമ്മൾ ഉണർത്താറുണ്ട്, പേരക്കുട്ടികൾക്ക് സ്വത്ത് കിട്ടാത്ത അവസ്ഥകളുണ്ടാവും. അതുകൊണ്ട് നിർബന്ധമായും ഈ വല്യാപ്പമാര് തൻ്റെ പേരക്കുട്ടിക്ക്, മരിച്ചുപോയ മകൻ്റെയോ മകളുടെയോ പേരക്കുട്ടിക്ക് എഴുതി വസിയത്ത് ചെയ്ത് വെക്കണം. അത് ഖുർആൻ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ്, നമുക്ക് വേറെ വിശദമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പം ആ രീതിയിൽ വല്ല വസിയത്തും ഈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അയാളുടെ സ്വത്തിൽ നിന്ന് മാറ്റിവെക്കണം. അപ്പോൾ ഒന്നാമതായി മയ്യത്ത് സംസ്കരണത്തിൻ്റെ ചെലവുകളൊക്കെ മാറ്റിവെക്കണം.
അത് കഴിഞ്ഞതിന് ശേഷം അയാളുടെ കടബാധ്യതകൾ ഉണ്ടെങ്കിൽ ആ കടം വീട്ടുന്നതിനുള്ള ചെലവുകളൊക്കെ മാറ്റിവെക്കണം. മൂന്നാമതായി അയാൾ അനന്തരാവകാശികൾക്കല്ലാത്ത ആളുകൾക്ക് വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വസിയത്തിന്റെ മറ്റൊരു നിബന്ധന 1/3 കൂടുതൽ വസിയത്ത് ചെയ്യാൻ പാടില്ല എന്നാണ്. സ്വത്ത് മുഴുവൻ പള്ളിക്ക് ഞാൻ കൊടുക്കണം എന്ന് വസിയത്ത് ചെയ്ത് തരാൻ നടപ്പാവില്ല. മാക്സിമം കിട്ടുക 1/3. പള്ളിക്ക് കൊടുക്കുകയാണെങ്കിലും ശരി, വ്യക്തിയെ കൊടുക്കുകയാണെങ്കിലും ശരി, ആർക്ക് കൊടുക്കുകയാണെങ്കിലും 1/3 കൂടുതൽ ഒരാൾ വസിയത്ത് ചെയ്താൽ അത് നടപ്പാവില്ല. 1/3 വരെ നടപ്പാക്കേണ്ടതുള്ളൂ. അങ്ങനെ വല്ല വസിയത്തും ചെയ്ത് അതും നടപ്പാക്കുക. അതും കഴിഞ്ഞിട്ട് തൻ്റെ സ്വത്ത് അവിടെ ഉണ്ടെങ്കിൽ അതാണ് അനന്തരാവകാശികൾ ഓഹരി വെച്ച് എടുക്കേണ്ടത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുക. അള്ളാഹു ശരിയായ രീതിയിൽ ദീൻ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ.